ഹലോ നമസ്കാരം, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് മാരേജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വിവാഹ സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ജനന സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ് എന്നിവ ഡൗൺലോഡ് ചെയ്യുന്ന രീതി നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്. എന്തായാലും നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. കല്യാണം നടന്നിരിക്കുന്നത് എവിടെ നിന്ന് എന്ന് ആശ്രയിച്ചുകൊണ്ട് രണ്ട് സൈറ്റുകളിൽ നിന്നാണ് നമുക്ക് ഈ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക. മാരേജ് നടന്നത് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട സ്ഥലത്ത് നിന്നാണോ, ഇല്ല മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽപ്പെട്ട സ്ഥലത്ത് നിന്നാണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണത്. ഓക്കെ, പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട സ്ഥലത്ത് നിന്നും വിവാഹിതരായ ഒരു ദമ്പതികളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായി നമ്മൾ പ്രവേശിക്കേണ്ട സൈറ്റ് citizen.lsgkerala.gov.in എന്ന സൈറ്റാണ്. സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മുകളിലായി കാണുന്ന ക്വിക്ക് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള വിവാഹ സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു പേജിലേക്ക് പോകുന്നതായി കാണാം. ഇവിടെ ഏത് ജില്ലയിലാണ് കല്യാണം നടന്നത് ആ ജില്ല ആദ്യത്തെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഓഫീസിൻ്റെ തരം എന്നുള്ള ബോക്സിൽ നിന്നും നിങ്ങൾ ഗ്രാമപഞ്ചായത്ത് എന്നുള്ളത് തിരഞ്ഞെടുക്കുക. മൂന്നാമത്തെ ഓഫീസിൻ്റെ പേര് എന്നുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും ഏത് പഞ്ചായത്തിലാണോ കല്യാണം നടന്നിരിക്കുന്നത് അത് തിരഞ്ഞെടുത്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ വിവാഹം നടന്ന തീയതി താഴെയുള്ള ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക. ഭർത്താവിൻ്റെ പേര് ഇംഗ്ലീഷിൽ രണ്ടാമത്തെ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ ബോക്സിൽ ഭാര്യയുടെ പേര് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ പേര് മുഴുവനായിട്ട് വേണമെന്നില്ല, ഒരു 4 അക്ഷരം വരെ ഉണ്ടായാലും മതി. അതിനുശേഷം താഴെയുള്ള ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് തിരയൽ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്ന ബോക്സിൽ കാണുക എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കാണാൻ സാധിക്കുന്നതാണ്. പ്രിൻറ്റ് ചെയ്യാനും അതുപോലെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്ന ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. ഇനി മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽപ്പെട്ട ഒരു സ്ഥലത്ത് നിന്നും വിവാഹിതരായ ദമ്പതികളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി നിങ്ങൾ പ്രവേശിക്കേണ്ടത് ksmart.lsgkerala.gov.in എന്ന വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും പ്രവേശിക്കുക. അവിടെ താഴെയായി കാണുന്ന ഫൈൻ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, കോമൺ മാരേജ് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ 3-4 ഓപ്ഷൻസ് കാണാം. അതിൽ കോമൺ മാരേജ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള ഡിസ്ട്രിക്റ്റിൽ നിന്നും എവിടെയാണോ കല്യാണം നടന്നത് ആ ജില്ല തിരഞ്ഞെടുക്കുക. ലോക്കൽ ബോഡി ടൈപ്പിൽ കോർപ്പറേഷൻ ആണോ മുനിസിപ്പാലിറ്റി ആണോ എന്നുള്ളത് തിരഞ്ഞെടുക്കുക. ഏതാണോ ലോക്കൽ ബോഡി ആ പേര് തിരഞ്ഞെടുക്കുക. ഡേറ്റ് ഓഫ് മാരേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക. അടുത്ത ബോക്സിലായിട്ട് ഹസ്ബൻഡിൻ്റെ നെയിം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക. അതിൻ്റെ അടുത്ത ബോക്സിൽ ഭാര്യയുടെ പേര് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെർച്ച് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുകളിലായി ഡീറ്റെയിൽസ് ഫെച്ച്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായി കാണാം. അപ്പോൾ നിങ്ങൾ ഈ പേജിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ അവിടെ കുറച്ച് വിവരങ്ങൾ വന്നിട്ടുള്ളതായിട്ട് കാണാം. ആ വിവരങ്ങളുടെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാരേജ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ബോക്സ് ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങൾക്ക് ഈ ബോക്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് മാരേജ് സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന വിധം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.